പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈശോയിലൂടെ വിളിച്ച് ഈ ദൈവാലയത്തിൽ കൂട്ടിച്ചേർത്തു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേശത്തിന് വേണ്ടി ജ്യേഷ്ഠമായി പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയിലാണ് രാജ്യം കടന്നു പോകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും കൃത്യമായി ഈ പ്രാർത്ഥനയോട് ചേർന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നാം അധിവസിക്കാൻ വേണ്ടി വിഭിന്നമായ കാലഘട്ടങ്ങളും ദേശവും ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തു വന്നു. നാം തിരഞ്ഞെടുത്തല്ല, ഈ ദേശം ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തു തന്നാണ്. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തരും ഉണ്ട്. നമുക്ക് ദൈവകരങ്ങളിൽ ഈ രാജ്യത്തെ സമർപ്പിക്കാം. തീമോഥെയോസുകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, തീക്ഷ്ണമായ ഭക്തിയിലും സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനീയർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. നമ്മുടെ അധികാരികൾക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി, ഭരണകൂടത്തിന് വേണ്ടി, ജുഡീഷ്യറിക്ക് വേണ്ടി, കൃത്യമായി എല്ലാ അധികാരികൾക്ക് വേണ്ടിയും മാധ്യമങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ പൗരത്വമുള്ള ഓരോ വ്യക്തികൾക്കുമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തീഷ്ണതയോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും സമർപ്പിച്ച് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ ഈശോ അരുളി ചെയ്തു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ആഴത്തോടെ ഈ വാഗ്ദാനം വിശ്വസിക്കാം. ഈശോ വീണ്ടും മത്തായി 18:19 അരുളി ചെയ്തു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഈ ദേവാലയത്തിലിരുന്ന് ദൈവസന്നിധിയിൽ ധിഷ്ഠതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾക്ക് ദൈവസന്നിധി ഉത്തരമുണ്ട്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. ഈ വാഗ്ദാനം വിശ്വസിച്ച് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ രാജ്യത്തിന് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, കൃത്യമായി ഈ ദേശത്തിലുള്ള 138 കോടി ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 പരിശുദ്ധാത്മാവേ ആരാധന, ഓരോ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണേ പരിശുദ്ധാത്മാവേ, ഓരോ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കണേ പരിശുദ്ധാത്മാവേ, ഈ രാജ്യത്തെ വ്യാപരിക്കണേ പരിശുദ്ധാത്മാവേ, ദൈവജനത്തെ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മാവേ, ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ധാരാളം പേരെ ഉയർത്തണേ പരിശുദ്ധാത്മാവേ. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ മോശയെ പോലെ, അഹരോനെ പോലെ കർത്താവെ ധാരാളം പേരെ അവിടെ ഉയർത്തണമേ. ആത്മാവിന്റെ അത്യുന്നതമായ അഭിഷേകം ഇപ്പോൾ ദേശത്തിന് മേൽ വ്യാപരിക്കട്ടെ, ഭരണാധികാരികളുടെ മേൽ വ്യാപരിക്കട്ടെ, കർത്താവെ ജുഡീഷ്യറിയുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവെ എല്ലാ അധികാരികളെ അഭിഷേകം ചെയ്യണമേ, എല്ലാ മാധ്യമ പ്രവർത്തകരെ അഭിഷേകം ചെയ്യണമേ. രാജ്യത്തുള്ള 132 കോടി ജനങ്ങളും കർത്താവെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്വരം ഉയർത്തി 2 കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഈശോയുടെ നാമത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, 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 പരിശുദ്ധാത്മാവേ ആരാധന, 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 പരിശുദ്ധാത്മാവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവ് ഈ ദേശത്തുള്ള 138 കോടി ജനങ്ങളെയും ഹൃദയത്തിൽ വ്യാപരിക്കാൻ നമുക്ക് പ്രിയപ്പെട്ട പാട്ടുപാടുന്ന ബാബുറോട് ചേർന്ന് ദേശത്തുള്ള 138 കോടി ജനങ്ങളെയും ഭരണാധികാരികളെയും ജുഡീഷ്യറിയും ഈ ദേശത്തുള്ള ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് ഗാനം ആലപിച്ച് നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആത്മാവ് ദൈവമേ ഈ ദേശത്തിന് മേൽ വ്യാപരിക്കണേ പരിശുദ്ധാത്മാവേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തുറന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ
കരങ്ങൾ സ്വർഗ്ഗത്തിൽ ഉയർത്തി ദാഹത്തോടെ സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ താഴ്ത്തി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ ദേശത്തുള്ള ഭരണാധികാരികൾ, ന്യായപീഠങ്ങളിലുള്ളവര്, അധികാരികൾ, മാധ്യമ പ്രവർത്തകർ, വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നവര്, കുടുംബങ്ങൾ, 138 കോടി ജനം മുഴുവൻ അഭിഷേകം പ്രാപിക്കാൻ ദൂരോദ്യം തിരക്തത്താൽ കഴുകണമേ. പരിശുദ്ധ ആത്മാവേ, അഭിഷേകം നൽകണമേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. പരിശുദ്ധാത്മാവേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ചേർന്ന് പാടാം. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. ആത്മാവേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിൽ ഉയർത്തി ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ഈ ദേശത്തിന് മേൽ വ്യാപരിക്കണേ. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. കരങ്ങൾ താഴ്ത്തി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ ദേശത്തിന് മേൽ പുതിയൊരു പെന്തേക്കോസ്തയുടെ അഭിഷേകം വ്യാപരിക്കാൻ, സകലരും പരിശുദ്ധാത്മാവിൽ നിറയാൻ, ജോയേൽ പ്രവാചകൻ പ്രവചിച്ചത് പോലെ അന്ത്യനാളുകളിൽ എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഈ ജനം പരിശുദ്ധാത്മാവിൽ നിറയാൻ, ധാർമ്മികതയുള്ള, ആത്മീയബോധമുള്ള, വിശുദ്ധിയുള്ള ജനമായി ഈ രാജ്യം രൂപപ്പെടാൻ ആഗ്രഹിച്ച് പെന്തേക്കോസ്ത അഭിഷേകം തരണമേ. പെന്തക്കോസ്താനുഭവം തരണേ. ഓ പരിശുദ്ധാത്മാവേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തണേ. പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹത്തോടെ ഒരിക്കൽ കൂടി ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ഈ ദേശത്തിന് മേൽ വ്യാപരിക്കണേ. പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി രണ്ട് കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദേശത്തിന്മേൽ പരിശുദ്ധാത്മാ അത്ഭുതമായി ശക്തി വ്യാപരിക്കാൻ, രൂപരഹിതമായി ഭൂമിയുടെ മേൽ രൂപം നൽകിയ പരിശുദ്ധാത്മാവ് എല്ലാ ക്രമരാഹിത്യങ്ങളും എടുത്തു മാറ്റി ആത്മാവിന്റെ ശക്തി ഓരോ മേഖലയും വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ദൈവജനം ഒരുമിച്ച് രണ്ട് കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പിതാവേ, പിതാവേ, അവിടുത്തെ ആത്മാവിനെ അയക്കണേ. പിതാവേ, ഈ ദേശത്തിന് മേലോട്ട് ആത്മാവിനെ അയക്കണേ. പിതാവേ, അവിടുത്തെ അഗ്നി വർഷിക്കണേ. പിതാവേ, ദൈവജന അഭിഷേകം പ്രാപിക്കട്ടെ, സഭ അഭിഷേകം പ്രാപിക്കട്ടെ, അധികാരികൾ അഭിഷേകം പ്രാപിക്കട്ടെ,
ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവജനത്തിന് മേൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, നിരാശയിലായിരിക്കുന്നവർ, ദുഃഖത്തിലായിരിക്കുന്നവർ, താഴ്ന്നു പോയവർ, താഴ്ന്ന കുടുംബങ്ങൾ, ധാർമ്മിക നഷ്ടപ്പെട്ടവർ, ആത്മീയ നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, കർത്താവേ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ നിമിഷങ്ങളിൽ ധാരാളം പേരെ ഉയർത്തണമേ കർത്താവേ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഓരോരുത്തരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പിടിക്കാം. നമ്മുടെ പ്രധാനമന്ത്രിയെ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്കാം. ആയുസ്സും ആരോഗ്യവും ഉന്നതമായ ജ്ഞാനവും പ്രധാനമന്ത്രിയിലും പ്രസിഡന്റിലും എല്ലാ സഹമന്ത്രിമാരിലും നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവാണ് സകലത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും. ആത്മാവിന്റെ അത്ഭുതമായ അഭിഷേകത്താൽ ഓരോരുത്തരെ നിറയാൻ കർത്താവെ 29 സ്റ്റേറ്റുകളെ അവിടുത്തെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സ്റ്റേറ്റുകൾ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിമാരെ അവരുടെ കരങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഓരോരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവ് ഓരോരുടെയും ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. പരിശുദ്ധാത്മാവ് വലിയ ധാർമ്മികതയോടെ കർത്താവെ ജനത്തെ മുമ്പോട്ട് നയിക്കാൻ, വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് ദേശത്തെ മുമ്പോട്ട് നയിക്കാനുള്ള ജ്ഞാനവും വിവേകവും ഓരോരുത്തരും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഹമന്ത്രിമാര്, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, ആ നേതൃത്വം നൽകുന്നവര് ഓരോരുത്തരും കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്കാം. രാജ്യം വലിയ സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, സ്നേഹത്തിലും ഐക്യത്തിലും വിശുദ്ധിയിലും സമാധാനം സന്തോഷം മുമ്പോട്ട് പോകാനുള്ള കൃപ കർത്താവെ അവിടെ നൽകണമേ. ഞങ്ങളുടെ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദാനിയേലിനെ പോലെ തെളിഞ്ഞ ജ്ഞാനമുള്ള വിവേകമുള്ള വ്യക്തികളായി ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭരണകൂടത്തെ കൃത്യമായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിയമനിർമ്മാണ സഭകൾ, രാജ്യസഭ, ലോക്സഭ, ഭരണ കേന്ദ്രത്തിലുള്ളവര്, ഇതുമായി അനുബന്ധിച്ച് ഉദ്യോഗം ചെയ്തവര്, എല്ലാ സെക്രട്ടറിമാരെയും കർത്താവെ, രാജ്യത്തെ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ഇതിനുവേണ്ടി രാപകൽ അധ്വാനിക്കുന്നവര്, ഓരോ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പൂർവ്വപിതാവായ ജോസഫിനെ പോലെ ക്ഷാമത്തിലും ദുരിതത്തിലും കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ രാജ്യത്തെ കർത്താവെ സമൃദ്ധിയിലും മുന്നോട്ട് നയിക്കാനുള്ള ജ്ഞാനവും വിവേകവും ഓരോരുത്തരും അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ പ്രധാനമന്ത്രി, മറ്റെല്ലാ മന്ത്രിമാര്, 29 സ്റ്റേറ്റുകള്, ഇതിനെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിമാര്, സക ഉദ്യോഗസ്ഥര്, സകലരുടെ മേലും ദൈവത്തിന് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ ഒരിക്കൽ കൂടി ദൈവജനം ഒരുമിച്ച് ചേർന്ന് സ്തുതിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിന് ആത്മാവിന്റെ ശക്തി ഈ ദേശത്തിന് മേൽ വ്യാപരിക്കും. ഭരണാധികളെ അഭിഷേകം വ്യാപിക്കും. രാജലേഖന അഭിഷേകത്തേക്ക് കടന്നു വരും. ഓ ദൈവജനം വലിയ സമൃദ്ധി അനുഗ്രഹം പ്രാപിക്കുന്നത് മുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. പിതാവേ, പിതാവേ, ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഓരോ മേഖല അവരുടെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവജനം വിടുതൽ പ്രാപിക്കാൻ, ദൈവജന അഭിഷേകം പ്രാപിക്കാൻ, രാജ്യ വലിയ സമൃദ്ധി അനുഗ്രഹം പ്രാപിക്കാൻ പിതാവേ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തരും അവിടുത്തെ ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഓ ഉന്നതമായ അഭിഷേകം, ഉന്നതമായ ശക്തി ഓരോരുത്തരെ ആവരിക്കട്ടെ കർത്താവേ. ദൈവജ്ഞാനം ഓരോരുത്തരും നിറയട്ടെ, വിവേകം ലഭിക്കട്ടെ. ആത്മാവിന്റെ ദാനങ്ങളാൽ ഓരോരുത്തരും നിറയ്ക്കണേ പരിശുദ്ധാത്മാവേ. ആത്മാവിന്റെ അഭിഷേകത്താൽ ഓരോരുത്തരും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന. കർത്താവിന്റെ കരങ്ങളിൽ ജുഡീഷ്യറിയെ സമർപ്പിക്കാം. ഉന്നത നീതിപീഠങ്ങളിൽ ഇരിക്കുന്നവര്, എല്ലാ ന്യായാധിപന്മാര്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, എല്ലാ വക്കീൽമാര്, ഗുമസ്തന്മാര്, കോടതികളിൽ ജോലി ചെയ്യുന്നവര്, കർത്താവെ നീതിബോധമുള്ള വ്യക്തികളായി ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു അപജയം സംഭവിച്ചപ്പോൾ ദൈവം നാഥാൻ പ്രവാചകനെ ആ രാജകൊട്ടാരത്തിലേക്ക് അയച്ചു. നാഥാൻ പറഞ്ഞു, ആ നീതി പ്രവർത്തിച്ച മനുഷ്യൻ നീയാണ്. കർത്താവെ ധാർമ്മികതയുള്ള, വിശുദ്ധിയുള്ള, നീതിബോധമുള്ള ധാരാളം ന്യായാധിപന്മാർ കർത്താവെ ദേശത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
വലിയ പ്രതിസന്ധിയിലൂടെ ബുദ്ധിമുട്ടിലൂടെ ഈ രാജ്യം കടന്നു പോകുമ്പോൾ കർത്താവെ, ആത്മാവിന്റെ നിറവുള്ള, ആത്മാവിന്റെ ശക്തിയുള്ള, പ്രവാചക ദൗത്യമുള്ള ധാരാളം പേരെ ഈ ദേശത്ത് നിന്ന് അവിടെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ നീതിപീഠങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്ക് വഴി തെറ്റുമ്പോൾ നേരായ വഴിയിലൂടെ ഈ രാജ്യത്തെ നയിക്കാൻ ദേശസ്നേഹമുള്ള, ദൈവജനത്തോട് കൂറുള്ള ധാരാളം ന്യായാധിപന്മാർ, ദാനിയേലിനെ പോലെ തെളിഞ്ഞ ബുദ്ധി ജ്ഞാനമുള്ളവര്, തെറ്റുപറ്റുമ്പോൾ തെറ്റാണെന്ന് ഏറ്റുപറയാൻ, കർത്താവെ നല്ല വഴിക്ക് മറ്റവരെ തിരുത്തി നയിക്കാനുള്ള ധാർമ്മിക ബോധമുള്ള, മൂല്യബോധമുള്ള ധാരാളം പേരെ അവിടുന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് രണ്ട് കരങ്ങളും ഒരു കോടി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 9-ാം തിരുവചനം, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. നമ്മുടെ ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ദൈവ സന്നിധിയിൽ നീ ദേശത്തിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി, നീതിപീഠത്തിന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ഇപ്പോൾ ഈ നിമിഷം തന്നെ ഈ ദേശത്തെ അനുഗ്രഹമായി ഇറങ്ങും. ഈ ദേശത്തെ അനുഗ്രഹമായി ഇറങ്ങും. നീതിപീഠ അനുഗ്രഹം പ്രാപിക്കും. ഈ മേലുള്ള ഓരോരുത്തർ അനുഗ്രഹം പ്രാപിക്കും. കർത്താവിന്റെ സന്നിധി വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പിതാവേ, പിതാവേ, അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ കർത്താവേ. നീതിപീഠങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ന്യായാധിപന്മാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. വക്കീൽമാരെ അനുഗ്രഹിക്കണമേ കർത്താവേ. കോടതിയിൽ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ജുഡീഷ്യരെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ആത്മാവിന്റെ അത്യന്തമായ അഭിഷേകം നീതിപീഠങ്ങളെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ. ആത്മാവാം ദൈവമേ വരണേ. രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. എല്ലാ ന്യായാധിപന്മാരെയും അഭിഷേകം ചെയ്യണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ കൂപ്പി പിടിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ ഉദ്യോഗസ്ഥരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കളക്ടർമാര്, അതിന് താഴെ ഉദ്യോഗം ചെയ്യുന്നവര്, പഞ്ചായത്ത് തലങ്ങളിൽ, വില്ലേജുകളിൽ ഈ ദേശത്തിന് വേണ്ടി രാപകൽ അധ്വാനിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അത് ഓരോരുത്തരെയും കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയെ, ദൈവജനത്തിന് വേണ്ടി നീതിനെ അടുത്ത് കൊടുക്കാൻ, ദൈവജനത്തിന് വേണ്ടി അവരെ സുസ്ഥിതിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അവിടെ കരങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവെ. അവിടെ മേലെ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. ഈ ദേശത്തുള്ള എല്ലാ മാധ്യമങ്ങളെയും കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കാം. TV, ഇന്റർനെറ്റ്, യൂട്യൂബ്, പത്രങ്ങൾ, മാസികകൾ, കർത്താവെ ധാർമ്മിക ബോധമുള്ള, കർത്താവ് മൂല്യങ്ങളുള്ള ഒരു തലമുറയെ അവിടെ നിന്ന് വാർത്തെടുക്കാം. കർത്താവിടെ സന്നിധി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരും കാലഘട്ടങ്ങളിൽ ദേശത്തിന് അയക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് കർത്താവ് വിശുദ്ധിയുള്ള, ധാർമ്മിക മൂല്യങ്ങളുള്ള ധാരാളം യുവജനങ്ങൾ ഈ ദേശത്ത് കർത്താവ് ഉയർത്തണമേ. അവരിലൂടെ ഈ ദേശം സമൃദ്ധിയിലും അനുഗ്രഹം മുമ്പോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് പറഞ്ഞോ, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകും. നിങ്ങൾക്ക് ദൈവം നൽകിയ ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ദേശം നൽകിയ ദൈവോർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. വരും കാലഘട്ടങ്ങളിൽ ഈ രാജ്യം വലിയ സമൃദ്ധിയിലും അനുഗ്രഹത്തിലും, കർത്താവെ സ്നേഹത്തിലും ഐക്യത്തിലും സമാധാനം മുമ്പോട്ട് പോകാനുള്ള വലിയ കൃപ അഭിഷേകം ഈ ദേശത്തിന് മേലും 138 കോടി ജനങ്ങളുടെ മേലും ഓരോ കുടുംബങ്ങളുടെ മേലും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ നമുക്ക് ആരായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന.
തിരുസഭയുടെ പൗരോഹിത്യ ആശീർവാദം ഇപ്പോൾ നൽകപ്പെടുമ്പോൾ മാർപ്പപ്പയോടും എല്ലാ കർദിനാൾമാരും പിതാക്കന്മാരോടും ചേർന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമ്മെ മാത്രമല്ല ദേശത്തെ മുഴുവൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും മുട്ടുകൾ കുത്തി ദൈവകരങ്ങളെ രാജ്യത്തെ ഒരു കൂടി സമർപ്പിച്ച് അച്ഛനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹോത്സവയെ, ഞങ്ങളുടെ മാതൃരാജ്യമായ ഭാരതത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സമ്പന്നമായ ഭാരത സംസ്കാരത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും അങ്ങേയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്തമായ ഭാഷകളും മതങ്ങളും സംസ്കാരങ്ങളും ജീവിത രീതികളും എല്ലാം ഉൾക്കൊള്ളുന്ന സമ്പന്നമായ ഭാരത സംസ്കാരം ലോകത്തിന് തന്നെ മാതൃകയാണ്. സമാധാനത്തിലും സഹവർത്തിത്വത്തിലും സഹകരണത്തിലും കൂട്ടായ്മയിലും ജീവിക്കുന്ന ഭാരത സംസ്കാരം ഈ പുണ്യഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും വിശ്വാസം ജീവിക്കുവാനും നമുക്ക് കഴിയുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതൃരാജ്യം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദൈവതിരുക്കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭരണാധിപന്മാർക്കും നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനും അതിന് പരിഹാരം കാണുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിറവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃരാജ്യം സമാധാനത്തിലും സമൃദ്ധിയിലും വളരാനും നിലനിൽക്കുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന എല്ലാ ഭരണാധിപന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും സത്യത്തിലും നീതിയിലും ധാർമ്മികതയിലും നമ്മുടെ രാജ്യത്തെ ദൈവരാജ്യ സമാനമായി നയിക്കുവാൻ വേണ്ട അഭിഷേകവും ദൈവിക ശക്തിയും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മാതൃരാജ്യത്തെയും എല്ലാ പൗരന്മാരെയും ഈശോയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദത്തിനും അനുഗ്രഹത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.